ഹോബിട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ റീപ്രോ എന്ന കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് ആൻഡ് USB മോഡ്യൂളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു USB പാനൽ വിഭാഗത്തിൽ വരുന്ന ഒരു മോഡ്യൂളാണ്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെയൊക്കെ ഫ്രണ്ട് പാനലിൽ വരുന്ന ടൈപ്പ് മോഡ്യൂൾ സാധാരണ വരുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളുകളിൽ നിന്നും ഇതിൻ്റെ വ്യത്യാസം ഇതിനകത്ത് വീഡിയോ ഫോർമാറ്റ് കൂടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കാണാവുന്നത് അതിൻ്റെ റിമോട്ടാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതാണ് USB മോഡ്യൂള്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു 2 വയർ കണക്ടർ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. പവർ സപ്ലൈയും അതേപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നതിനുള്ള 2 വയർ കണക്ടറുകളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനലിൽ നോക്കുമ്പോഴത്തേക്കും USB ഇൻ്റർഫേസിനുള്ള ഒരു കണക്ടറുണ്ട്. അതേപോലെ തന്നെ TF കാർഡ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കണക്ടറുണ്ട്. ഓക്സ് ഇൻപുട്ട് കൊടുക്കുന്ന കണക്ടറുണ്ട്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കൂടി അഡീഷണൽ ഉണ്ട്. സാധാരണ നമ്മൾ മുമ്പ് കണ്ട പാനലിനേക്കാളും ഒരല്പം വലുതാണ് ഈ ബ്ലൂടൂത്ത് പാനൽ. അപ്പോൾ ഇത് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന കണക്ടർ, ഇത് വീഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇതാണ് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്ന കണക്ടർ. അതേപോലെ തന്നെ നമുക്കിത് ഓഡിയോ ഇൻപുട്ടും ഇതിലോട്ട് കൊടുക്കാനുള്ള ഒരു ഫീച്ചർ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ മുമ്പ് നമ്മൾ ഉപയോഗിച്ച് വരുന്ന പാനലിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് ഫ്രണ്ട് ഏകദേശം രണ്ടിൻ്റെയും ഒരേ വലുപ്പം തന്നെയാണ്. മറ്റേതിൽ MP3 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ MP5 ഫോർമാറ്റ് കൂടി നമുക്ക് ഈ മോഡ്യൂളിൽ അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോഡ്യൂളിൻ്റെ വർക്കിങ്ങും അതേപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെ വാങ്ങിച്ച് സ്വന്തമായിട്ട് ഒരു കവറിനകത്ത് അസംബിൾ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. മറ്റേ റിമോട്ടിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിവിടെ ഇത് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 4x4 സൈസിലുള്ള വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എൻക്ലോഷറാണ്. അപ്പോൾ ഇത് നമുക്കിത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒരല്പം കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലൊരു ഹോള് നമുക്ക് ഈസി ആയിട്ട് നൈഫ് ഉപയോഗിച്ച് ഇടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വശത്തും ഇതേപോലെ ഇറക്കി ഇതിനകത്ത് സ്യൂട്ടാവുന്ന രീതിയിൽ വയ്ക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീഡിയോയും അതേപോലെ തന്നെ ഓഡിയോ ആയിരിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 RCA സോക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പിൻവശത്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു 3 ഹോള് നമുക്ക് ഈ കവറിനകത്ത് ഇടണം. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ മൊബൈൽ ചാർജർ വഴിയാണ്. അപ്പോൾ ആ മൊബൈൽ ചാർജർ നിന്നും പവർ സപ്ലൈ ടാപ്പ് ചെയ്യുന്നതിനുള്ളൊരു മൈക്രോ USB അഡാപ്റ്റർ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാം നമ്മൾ സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്വിച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ സർക്യൂട്ടിൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ബോർഡിലെ കണക്ഷൻ എങ്ങനെയൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഓഡിയോ ഔട്ട്പുട്ട് അതേപോലെ തന്നെ വീഡിയോ ഔട്ട്പുട്ട്, ഇത് രണ്ടുമാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇതിനകത്തുനിന്ന് എടുക്കുന്നത്. ഇനി പാനൽ ഇതേപോലെ നമുക്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലസും മൈനസും മാറിപ്പോരുത്. 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് രണ്ടിലേതെങ്കിലും ഒരു വോൾട്ടേജ് ഇതിനകത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും ഏകദേശം കംപ്ലീറ്റായി. നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഉറപ്പിക്കാം. ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഓഡിയോ വീഡിയോ അതേപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജർ ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് 14 ഇഞ്ചിൻ്റെ ഒരു കളർ ടെലിവിഷനാണ്.
സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ USB കണക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ TV ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലൊരു വിൻഡോ ആയിരിക്കും കാണാവുന്ന സ്ക്രീനിൽ. അപ്പോൾ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ഫംഗ്ഷനെല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലുള്ള ഒരു മൂവിയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവിലുള്ള മൂവി ഇവിടെ സ്ക്രീനിൽ നമുക്ക് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ ഒരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ കളർ TV എല്ലാം പെൻഡ്രൈവ് ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ സിനിമകൾ കാണുന്നതിനുള്ള ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടോപ്പ് കവർ ഉപയോഗിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 4x4 കവർ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം.